കുണ്ടറയിൽ നമ്മുടെ PC വിശ്വനാഥ് സമരമിരിക്കുന്നുണ്ട് കേട്ടോ. എന്താ കാര്യമെന്നല്ലേ, കുണ്ടറ മണ്ഡലത്തിലെ ജലക്ഷാമത്തിൽ PC വിശ്വനാഥ് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. നമ്മുടെ പ്രതിനിധി AV ജയശങ്കർ ഉണ്ട് സ്ഥലത്ത്. AV ജയശങ്കർ, സ്ഥലത്ത് കുടിവെള്ളക്ഷാമ പ്രശ്നമുണ്ടോ? എന്തിനാണ് MLA ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്? ഡോക്ടർ അരുൺ, കുണ്ടറ മണ്ഡലത്തിലെ ജലക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലത്തെ വാട്ടർ അതോറിറ്റിയുടെ ആസ്ഥാനത്താണ് കുണ്ടറ MLA PC വിശ്വനാഥ് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. ഏകദേശം അരമണിക്കൂറോളം സമയമായി MLA ഈ വാട്ടർ അതോറിറ്റിയുടെ ഈ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാൻ തുടങ്ങിയിട്ട്. മണ്ഡലത്തിലെ ആളുകളെ ഉൾപ്പെടുത്തി വലിയൊരു പ്രതിഷേധം. കുണ്ടറ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ജലക്ഷാമം പരിഹരിക്കുക, അത് പരിഹരിക്കാനുള്ള വേണ്ട നടപടികൾ വാട്ടർ അതോറിറ്റികൾ സ്വീകരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം. പലതവണ MLA ഈ ജലക്ഷാമം വാട്ടർ അതോറിറ്റിക്ക് ഉൾപ്പെടെ സമീപിച്ചു, പക്ഷേ ഒരു നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് നേരിട്ട് PC വിശ്വനാഥ് MLA ഇത്തരത്തിൽ വാട്ടർ അതോറിറ്റിക്ക് മുന്നിൽ വന്നുകൊണ്ട് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. മണ്ഡലത്തിലെ വോട്ടർമാരെ കൊണ്ടാണ് MLAയുടെ ഒരു പ്രതിഷേധം. നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്, വലിയ തോതിലുള്ള പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഈ ജലക്ഷാമത്തിനെതിരെ MLAയുടെ നേതൃത്വത്തിലുണ്ടാവും. നിരവധി തവണ പറഞ്ഞിട്ടും ഒരു പരിഹാരം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ നേരിട്ട് വന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. തീർച്ചയായിട്ടുമാണ്, പലതവണ വന്നു, പഞ്ചായത്തുകളിൽ നിന്നും ജനപ്രതിനിധികൾ ഇവിടെ നേരിട്ട് വന്നു, ഉപരോധ സമരം നടത്തി. അപ്പോഴൊക്കെ നൽകുന്ന ഉറപ്പുകളൊന്നും പാലിക്കുന്നില്ല. കുണ്ടറ നിയോജക മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലും രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ്. വളരെ സാധാരണക്കാരായ കശുവണ്ടി തൊഴിലാളിയും കർഷകരും പാവപ്പെട്ടവരുമുള്ള ഒരു പ്രദേശമാണിത്. ഈ പൈസ കൊടുത്ത് എത്ര കാലം അവർക്ക് കുടിവെള്ളം വാങ്ങാൻ കഴിയും? 500 രൂപയ്ക്കും 600 രൂപയ്ക്കും ഒക്കെ വെള്ളം വാങ്ങിയിട്ടാണ് 2 ദിവസത്തേക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെ സാധാരണക്കാർക്ക് എത്ര കാലം ഉപയോഗിക്കാൻ പറ്റും? ഈ ജീവൻ പദ്ധതിയുടെ ജലജീവൻ മിഷൻ നാടൊട്ടുക്ക് ടാപ്പ് സ്ഥാപിച്ചു, പക്ഷേ വെള്ളമില്ല. ടാപ്പ് ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ടോ? വെള്ളം കിട്ടണ്ടേ? കനാലിന് പ്രോപ്പർ മെയിൻ്റനൻസ് ഇല്ലാത്ത കാരണമാണ് കനാൽ തുറന്നു വിട്ട സമയത്ത് കനാൽ ലീക്കേജ് ഉണ്ടായി. തുറന്നു വിട്ടത് അതുപോലെ അടയ്ക്കേണ്ടി വന്നു. അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ കനാലിൽ വെള്ളം തുറന്നു വിട്ടാൽ കിണറ്റിൽ വെള്ളം വന്നേനെ. ആ കനാൽ തുറന്നു വിടാത്തതിൻ്റെ പ്രശ്നം ഒരു വശത്ത് നിൽക്കുന്നു. ചെറുതായി പരിഹരിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു, അതൊന്നും തന്നെ പരിഹരിക്കുന്നില്ല. അപ്പോൾ മെയിൻ്റനൻസ് ഇല്ല, അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 2 പെരിനാട് ശുദ്ധജല പദ്ധതിയാണെങ്കിലും ഞാങ്കടവ് കുടിവെള്ള പദ്ധതിയാണെങ്കിലും പരിഹാരം ഉണ്ടായില്ലെങ്കിൽ എന്താ നീങ്ങാണ്, വർഷങ്ങളായി ഇഴഞ്ഞു നീങ്ങാണ്. എത്ര തവണ